ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ രാജ്യത്തെ അതിർത്തികളൊക്കെ ഏകദേശം സുരക്ഷിതമായി കഴിഞ്ഞു. അതിർത്തി സംസ്ഥാനങ്ങൾ BJP ഒഴികെ പഞ്ചാബ് ഒഴികെ ബാക്കിയെല്ലാം BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെ പരാജയപ്പെടുത്താൻ നമ്മുടെ സൈന്യത്തിനും കേന്ദ്രസേനയ്ക്കൊക്കെ കഴിയുന്നുണ്ട്. അത് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചാര ഉപഗ്രഹങ്ങളൊക്കെ മിഴി തുറന്നു തന്നെ ഇരിപ്പുണ്ട്. രാജ്യം വലിയ രീതിയിൽ ഡിഫൻസ് മേഖലയിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്നു, അതിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ നടപടിയില്ല പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനോ നമ്മുടെ രാജ്യത്തിന് യാതൊരു സ്ഫോടനം നടത്താനോ സ്ഫോടന പരമ്പര നടത്താനോ ഒന്നും അവർക്ക് കഴിയില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് വന്ന 9 ഭീകരരെ കേന്ദ്രം പിടിച്ചിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. മലയാള മാധ്യമങ്ങൾ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അവരെ ചോദ്യം ചെയ്യലിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാഷ്ട്രീയക്കാരായിട്ട് നടിക്കുക എന്നുള്ളതാണ്. ISI അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. രാഷ്ട്രീയക്കാരായി നടിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ കയറുക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് എക്സാക്ട്ലി ദുരന്തർ സിനിമ എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് ഹംസ അലി മിർസ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കയറ്റി ആ രാഷ്ട്രീയക്കാരനാക്കി അവിടെ സ്പൈ ആക്കി നിർത്തുന്നതാണ് ഈ ദുരന്തർ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഭീകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നുന്നത്. കാരണം ഈ ആദ്യം കശ്മീരിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കയറുക, അത് ഭരണത്തിലും പ്രതിപക്ഷത്തിലും കയറുക, പ്രത്യേകിച്ച് BJP പോലെയുള്ള പാർട്ടികൾക്കകത്ത് കയറാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനകത്തിരുന്നു കൊണ്ട് ആ പാർട്ടിയെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്ലസ് രാജ്യത്തിനെതിരെ പ്രവർത്തനം നടത്തണമെന്നാണ് ISI ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്നാണ് ചോദ്യം ചെയ്യലിനിടയിൽ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും പിടിക്കപ്പെടും എന്ന് പറഞ്ഞൊരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാർഡിന്റെ ബലത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമെന്നാണ് ISI ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്നും. അപ്പൊ ഇത് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അങ്ങനെയാണെങ്കിൽ ഈ BJP പോലുള്ള പാർട്ടിക്കകത്ത് ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് പോലും ഇവർക്ക്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദികളിൽ പോലും ഇവർക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇത് പറയുന്നത്, നമ്മളിപ്പോ ഈ വാർത്ത അറിയുന്നു, പക്ഷെ ഇത് എത്രയോ നാൾക്ക് മുമ്പേ ഡോവലും പ്രധാനമന്ത്രിയും ഒക്കെ അറിഞ്ഞു കാണും. ബിജുചേട്ടൻ അറിയാലോ, നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി വന്നപ്പോൾ പോലും സുരേഷ് ഗോപിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് RSSൽ മറ്റും നുഴഞ്ഞു കയറണമെന്ന് ആഹ്വാനമായിരുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പായിരുന്നു ഇത്തരത്തിലൊരെണ്ണം വന്നിരുന്നത്. പക്ഷേ ഈ സുരേഷ് ഗോപി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിക്ക് എത്തിയപ്പോൾ, അമിത്ഷായുടെ പരിപാടിക്ക് എത്തിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്, എന്നെ കയറ്റിയില്ല. നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള ആ സമയത്തുള്ള MP രാജേഷ് അവിടെ കയറ്റിയില്ല, ആധാർ കാണിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇയാൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ബൈറ്റുമായിട്ട് മാധ്യമങ്ങൾ ചെന്നു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, എന്നെ കയറ്റിയില്ല, ഞാൻ കേന്ദ്രമന്ത്രിയാണ്, എന്റെ ആധാറും വോട്ടർ IDയും എല്ലാം പരിശോധിച്ച ശേഷമാണ് എന്നെ കയറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ നമ്മുടെ ഇന്റലിജൻസ് വകുപ്പുകൾ ഇതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അവർ അവലംബിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെയും BJPയെയും ഈവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും തകർക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്താണ് ഇതിലെ പ്രതികരണം? യഥാർത്ഥത്തിൽ ഇത് സാധ്യമായ ഒരു വഴിയാണോ? നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റം പുതുമയുള്ളതല്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അതിലേറിയ പങ്കും ചേക്കേറിയത് CPMലേക്കായിരുന്നു. കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ CPMലേക്കാണ് അവർ നുഴഞ്ഞു കയറി. ഇപ്പോഴുമുണ്ട്. ആ സുടുക്കളെല്ലാം കൂടെ ഈ ഇലക്ഷൻ വന്നപ്പോൾ, ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും കൂടെ ഒലിച്ച് UDF ക്യാമ്പിലേക്ക് പോയി വോട്ട് ചെയ്തു. പക്ഷെ കൂടെ ഇവിടെ നിൽക്കുന്നത്, കൊടി പിടിക്കുന്നത് ഇവിടെ നിന്നും വോട്ട് ചെയ്യുന്ന അപ്പുറത്താണെന്നും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ നിന്നത്. ഇതിനു മുമ്പ് ഈ നക്സലുകൾ ഈ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നക്സൽ സമ്പ്രദായം, CPML ഇപ്പം രാഷ്ട്രീയ പാർട്ടിയായി, പിന്നെ മറ്റ് ദളങ്ങള്, അനവധി സംഘടനകളുണ്ട്. അപ്പൊ അവര് അവരുടെ ആളുകളെ ഈ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ യൂണിയനുകളിലടക്കം കടത്തിവിടുമായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെക്കാൾ കുടുംബരുണ്ട് കമ്മ്യൂണിസ്റ്റുകളായവര്. ഈ നക്സലുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഇവരെക്കാൾ കുറച്ചുകൂടെ വിപ്ലവ വീര്യമുള്ള കൊടും കമ്മ്യൂണിസ്റ്റുകളാണ് ഇവര്. അവരെ അവിടെ കടത്തി വിട്ടുകൊണ്ട് അതിനെയാണ് നമ്മൾ അർബൻ നക്സലുകൾ എന്ന് പറയുന്നതിനകത്ത് ഒരു വിഭാഗം ഈ പൊളിറ്റീഷ്യൻസ് ആണ്. ഇവര് NGO യൂണിയനകത്തുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ ഇടയിലുണ്ട്, പലയിടത്തുമുണ്ട്. ഈ അർബൻ നക്സലുകൾ വഴിയാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻസും പിരിവും കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നത്. ഈ നക്സലുകളുടെ അതിനിപ്പോ ഏതാണ്ട് തടയിട്ടിട്ടുണ്ട്. ഇനി FCRI വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഏതാണ്ട് തീരുന്ന ഒരു ലക്ഷണത്തിലേക്ക്. പിന്നെ BJP കിടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം 5.5 കോടി ഈ മെമ്പർഷിപ്പ് ഉള്ള
മെമ്പർമാരുണ്ട് BJPക്ക്, 5.5 കോടി രാജ്യത്ത്. കേരളത്തിൽ പോലും അതുകൊണ്ട് 10 ലക്ഷം എങ്ങാണ്ടാണ് അവരുടെ മെമ്പർഷിപ്പ്, 6 ലക്ഷം 10 ലക്ഷം എങ്ങാണ്ടാണ് അവരുടെ ഈ നമ്മള് മെമ്പർമാരാകുന്നത്. അനുഭാവികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിപ്പോ നമ്മൾ ഇവിടുന്ന് ഒരു മിസ് കോൾ അടിച്ചാലും വിളിച്ചു പറഞ്ഞാലും മെമ്പർഷിപ്പ് കിട്ടും. അതൊന്നും ഒരു വലിയ റിസ്ക് ഉള്ള ഫാക്ടർ ഒന്നുമല്ല. പക്ഷെ ഇവിടങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറുമ്പോൾ അതിനെ നോട്ടീസ് ചെയ്യേണ്ടത് ഒരു ആവശ്യം BJP കണക്ക് ഒരു പാർട്ടിക്കുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കാൻ സാധിക്കും? ഞാൻ എപ്പോഴും ധനുഷോട് പറയുന്നുണ്ട്, വലിപ്പം കൂടുതൽ റിസ്ക് കൂടുതലാണ്. നമ്മുടെ രാജ്യത്ത് വലിപ്പം കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പറയുന്ന പാർട്ടി ഈ ഒരു വലിയ പാർട്ടിയാണ്, അനുബന്ധ സംഘടനകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു RSSലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ സ്കൂട്ടറിങ് അതിനകത്ത് നടന്ന് ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം ഒരു ശാഖയിൽ കൂടെ അല്ലാതെ അതിനകത്ത് വേറെ വഴി കൂടെ വരാൻ വകുപ്പില്ല. ഇപ്പൊ ഒരു സ്വയം സേവകന് ഇപ്പോൾ സംഘത്തിന്റെ ഏതെങ്കിലും ഒരു ക്ഷേത്രീയ സംഘടനയിൽ നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും സ്വയം സേവകൻ എന്ന നിലയിലല്ലേ നമുക്ക് വരാൻ കഴിയും. അതായത് ബേസിക്കലി വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ BJP കണക്ക് ഒരു രാഷ്ട്രീയം, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആര് വന്നാലും ഇവർക്ക് നോ പറയാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇയാളെ എടുക്കത്തില്ല എന്ന് പറയാൻ കഴിയില്ല. കള്ളനെ കൊള്ളക്കാരനെ ഒക്കെ എടുക്കണം. കാരണം ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടാണ് പ്രധാനം. അപ്പൊ ഇത്രയും വലിയൊരു പാർട്ടിയിൽ ഇങ്ങനെയുള്ളവർ കടന്നു വരുമ്പോൾ അവരെ വാച്ച് ചെയ്യാനുള്ള സംവിധാനം നിലവിൽ ആ പാർട്ടിക്കുണ്ട്. ഇവരെങ്ങനെയാണ്, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ തീവ്രവാദികൾ ചെയ്യുന്നത് ഇപ്പൊ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മുഹമ്മദ് എന്നോ ഇല്ലെങ്കിൽ അസറുദ്ദീൻ എന്നോ പറഞ്ഞിട്ടൊരാളല്ല അതിലേക്ക് വരുന്നത്. ഇവര് പണം കൊടുത്തുകൊണ്ട് ഹിന്ദു ഇല്ലെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ളവരെയാണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പോ തീവ്രവാദി ഞാൻ എന്താണ് മറ്റേ എന്തെങ്കിലും ഒരു പേരോ ഒക്കെ, അങ്ങനെ ഒരു പേരോ നാളോ ഇല്ല അഡ്രസ്സോ ആയിട്ട് ആയിരിക്കില്ല വരുന്നത്. കാരണം സമീപകാലങ്ങളിലൊക്കെ UPയിൽ അടക്കം തീവ്രവാദ ശൃംഖലയിൽ പിടിക്കുമ്പോൾ അതിലൊക്കെ 2, 3 ഒക്കെ ഹിന്ദുക്കൾ ഉണ്ട്. അതില് ഹിന്ദു പേരുകളോ ഹിന്ദുക്കളോ ഇതിലുണ്ട്. ഇങ്ങനെയുള്ളവരെ കൊണ്ട്, അതായത് വലിയ പണം നൽകിക്കൊണ്ട് ഇവരെ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര പേര് അതിൽ ധൈര്യപൂർവ്വം വരുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും സാധ്യതകൾ അനവധി ഉണ്ട് അതിനകത്ത്. അങ്ങനെയും വരാം. പിന്നെ അതുപോലെ തന്നെ ഈ BJP കണക്കുള്ളൊരു പാർട്ടിയുടെ വേറൊരു പ്രത്യേകത, കേഡർ പാർട്ടി ആയതുകൊണ്ട് അതിന്റെ ഈ രഹസ്യങ്ങളൊന്നും താഴോട്ട് പോകാറില്ല. കാരണം ഇവർക്ക് ഒരുപാട് സിസ്റ്റമാണ്. കോർ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, പിന്നെ ഇതൊക്കെ കൂടാതെ മോദി അമിത്ഷായും മാത്രം ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ മോദി അമിത്ഷായും മോഹൻ ഭാഗവതും മാത്രം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് ലെയറുകളാണ്. അപ്പൊ മുകൾ തട്ടിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ താഴെ തട്ടിൽ എത്തിക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ വേറൊരു ഫോം ആയിരിക്കും എത്തുന്നത്. നിങ്ങൾ നാളെ മുതൽ 10 വീട് കയറിക്കോ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിനൊരു ലക്ഷ്യം ഉണ്ടാകും തലപ്പത്തിരിക്കുന്നവർ. ആ ലക്ഷ്യം ഒരിക്കലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അറിയില്ല എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റം അവരുടെ പാർട്ടിക്കുണ്ട്. അതെനിക്ക് തോന്നുന്നു RSS എന്നൊക്കെ വന്നുകൊണ്ടുള്ള ഒരു ഗുണം തന്നെയായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ രഹസ്യങ്ങൾ പുറത്തോട്ട് പോകാൻ സാധ്യതയില്ല. പിന്നെ ആകെ അറിയാൻ പറ്റുന്ന ഒരു രഹസ്യം, ഈ ഇതിനകത്തുള്ളവരുടെ വിക്രിയകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് കൈക്കൂലി മേടിക്കുന്ന നേതാക്കള്, പെണ്ണുപിടിയന്മാരായ നേതാക്കള്, പാർട്ടിയെ തട്ടിപ്പിക്കുന്ന നേതാക്കള്, പിന്നെ നേതാക്കൾ കാണിക്കുന്ന അഴിമതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീക്ക് ചെയ്യും. അത് സ്വാഭാവികമാണ്. കാരണം അതിനകത്ത് രഹസ്യമല്ലല്ലോ. ഈ നേതാവ് നടത്തുന്ന കൊള്ളരാഴികയല്ലേ, ഇല്ലെങ്കിൽ വൃത്തികേടല്ലേ. അത് സ്വാഭാവികമായി അടുത്ത ആളുകൾക്ക് അറിയും, അടുത്ത ആളിലേക്ക് അറിയും. ഇങ്ങനെ അറിഞ്ഞ് അതിനെ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കുറച്ചുകൂടെ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് ഇത്തരം ഗ്രൂപ്പുകൾക്ക് പറ്റും. ശരിക്കും അത് ഡാമേജ് ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ളവരെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വെച്ച് പൊറപ്പിക്കരുത്. അവരെ അപ്പോഴേ തന്നെ പടിയടച്ച് പിണ്ടം വെക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം അങ്ങനെ ഉള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാക്കുക വെച്ചാൽ അഭിപ്രായ ഏകീകരണത്തിന് പകരം അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പോളിസി മുമ്പോട്ട് വെക്കുന്നു കേന്ദ്ര സർക്കാർ, സ്വാഭാവികമായി അതിനെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത BJPക്കാണ്. അപ്പൊ BJP അതിനെ ഏകകണ്ഠമായി ഇപ്പൊ നോട്ട് നിരോധനം ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നോട്ട് നിരോധനം വരുന്നു. നോട്ട് നിരോധനത്തിൽ വരുമ്പോൾ BJPക്കാർ നമ്മൾ കണ്ടതാണ്. കേരളത്തിലടക്കം K. സുരേന്ദ്രൻ അടക്കം നക്കശീത് കാന്തം അതിനെ എതിർത്ത് വലിയ രീതി അതിനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പാടുപെട്ടു. ഇവിടെ ഈ സ്ഥാനത്ത് ഇതിനകത്തൊരു റിബൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുക. അവരെന്തായിരിക്കും ചെയ്യുന്നത്? ഇത് തെറ്റായ നടപടിയാണ്, ഇത് തെറ്റാണ് എന്ന് പറയുകയും ജനങ്ങൾക്കിടയിലേക്ക് അവർ ഇറങ്ങി ചെന്നിട്ട് പറയുന്നു, മോദി കാണിച്ചത് ശരിയായില്ല എന്നൊരു BJPക്കാരൻ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? അത് പാർട്ടിക്കുള്ളിൽ നിന്നാണ് പറയുന്നത്. പാർട്ടിക്ക് പുറത്തു നിന്നുള്ളവർക്ക് പറയാം. ഇപ്പൊ നമ്മൾ പാർട്ടിക്കാരല്ല, നമുക്ക് പുറത്തുനിന്ന് എന്തും പറയാം. മോദി ചെയ്തത് ശരിയാണെന്നും പറയാം, തെറ്റാണെന്നും പറയാം. പക്ഷെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പുറത്തു വന്ന് ജനങ്ങളോട് ഇങ്ങനെ പറയുകയും ജനങ്ങളെ പാനിക്കാക്കാൻ പറ്റും. അത് അടുത്ത സ്റ്റേജ് അതാണ്, പാനിക്കാക്കാൻ പറ്റും. ഇപ്പൊ
ഇപ്പൊ ഞാൻ BJP-യുടെ ഒരു ജില്ലാ നേതാവോ സംസ്ഥാന നേതാവോ ആണെന്ന് ഇരിക്കുക, ഇല്ലെങ്കിൽ BJP-യുടെ ഏതെങ്കിലും സെൽ, BJP-ക്കാണ് എണ്ണിയാ തീരാത്ത സെല്ലുണ്ട്. എന്തൊക്കെ എത്രയോ സെല്ലുണ്ടെന്നറിയാമോ? IT സെൽ, ആ സെൽ, ഈ സെൽ. വഴിയെ കൂടെ പോയി കഴിഞ്ഞാൽ അവനെന്ത് പോസ്റ്റ് കൊടുക്കും, ഇവനൊരു പോസ്റ്റ് ഇല്ലല്ലോ നോക്കുമ്പോൾ, നീ നടപ്പ് സെല്ലിന്റെ സംസ്ഥാന കൺവീനറാണ്, അത് നടക്കുകയാണല്ലോ കംപ്ലീറ്റ്. ഇവരത് നോക്കി എപ്പോഴും രാവിലെ വരും വൈകിട്ട്. അപ്പൊ നീ വാക്കിംഗ് സെൽ, അതാണ് പുതിയ സെൽ. അങ്ങനെ സെല്ല് ഒരുപാടുണ്ട്, സെല്ലുകളൊക്കെ കടന്നു പറ്റാൻ പറ്റും. അപ്പം ഈ സെല്ലിന്റെ മേധാവി, ഈ സെല്ലുകൾക്ക് വലിയ പവറില്ല BJP-യിൽ അവരാധികാരികമായിട്ട് അംഗീകരിക്കുന്ന BJP മെമ്പർ, അല്ലെങ്കിൽ ഇപ്പം ഇവർക്ക് ഒരുപാട് സെല്ല് ഏറ്റവും താഴെ ഘടകമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോർച്ച എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിഭാഗം വരും. മഹിളാ മോർച്ച, യുവമോർച്ച, വിദ്യാർത്ഥി മോർച്ച പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴില്ല. വിദ്യാർത്ഥി മോർച്ച, അങ്ങനെയൊക്കെ കുറെ മോർച്ചകളുണ്ട്. ഈ മോർച്ച കഴിഞ്ഞിട്ട് BJP-യിലേക്ക്, CPM-ന്റെ അതേ സിസ്റ്റം തന്നെ. CPM SFI, DYFI അങ്ങനെ വന്ന് പാർട്ടി മെമ്പർ ആകുമ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു വില നിലയുള്ളതെന്ന് പറഞ്ഞിട്ട് BJP-യുടെ ഘടകത്തിലേക്ക് എത്തുമ്പോൾ BJP-യുടെ ജില്ലാ സെക്രട്ടറിയും ഈ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മൾ രണ്ട് കാറ്റഗറി കേൾക്കുമ്പോൾ മറ്റേത് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റും, ഇത് BJP-യുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയാം. പക്ഷെ രണ്ട് പവറാണ്. ഒന്ന് പാർട്ടിയുടെ ഇതും, മറ്റേത് അവരുടെ അവരുടെ പോഷക സംഘടനയാണ്. ഇതിനേക്കാൾ താഴെയാണ് സെല്ല്. പക്ഷെ ഇത് പൊതുജനത്തിന് ഈ സെല്ല് ഏതാ, മോർച്ച ഏതാ, ഈ BJP ഏതാ, ഇതിന് കോർ കമ്മിറ്റി ഏതാന്ന് അറിയില്ല സാധാരണപ്പെട്ട ജനത്തിന്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ ഇല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒരു സുഹൃത്തിന് ഒരു സന്ദേശം അയക്കുകയാണ്, നമ്മുടെ രാജ്യം നശിക്കുകയാണ്, വലിയ രീതിയിലുള്ള അഴിമതി രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സെല്ലിലോ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തൻ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം ഒരാൾക്ക് അയക്കുന്നു. ആ സന്ദേശം ഒരു 10,000-കണക്കിന് ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താകും അവസ്ഥ? പാർട്ടിയെ കുറഞ്ഞ സമയത്തേക്കെങ്കിലും പ്രതിരോധത്തിലാക്കുവാൻ അത് കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ശ്രമം ഇപ്പോഴല്ല, വളരെ കാലമായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് BJP-ക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതിന്റെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നിനൊന്നും അറിയില്ല. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ BJP-യുടെ ഈ സംസ്ഥാന ഘടകത്തിലുള്ള ഓരോ നേതാവിനെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓവറോൾ കാര്യങ്ങൾ അറിയില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് പാലയുടെ ഉത്തരവാദിത്തമായിരിക്കും, അല്ലെങ്കിൽ കോട്ടയത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കും. അദ്ദേഹം ആ കാര്യം മാത്രം ചെയ്താൽ മതി. ഇദ്ദേഹത്തിന് സ്റ്റേറ്റിൽ ഫുള്ള് നടക്കുന്ന കാര്യം എന്താണെന്ന് പുള്ളിക്ക് ഐഡിയ ഇല്ല, അറിയത്തില്ല. കാരണം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല മാത്രം അദ്ദേഹം ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഓവറോൾ കാര്യത്തിലേക്ക് ഒരാൾക്കും ഇടപെടാൻ പിടികിട്ടത്തില്ല കാര്യങ്ങളെന്ന്. ഓരോരുത്തർക്കും ഓരോ സെക്ഷനും ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ നേതാവിനോട് ചോദിച്ചു, നേതാവ് അങ്ങനെ കുറച്ച് പറയുമോ? പിന്നെ എനിക്കെല്ലാം അറിയാം. ഇന്നലെ കൂടെ മോദി വിളിച്ചിരുന്നു എന്നാണ് ഏത് നേതാവും BJP-യുടെ നേതാവ് കേരളത്തിൽ നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നത്. ഇന്നലെ അമിത്ഷാ രാത്രി വിളിച്ചതേ ഉള്ളൂ. പുള്ളി പറഞ്ഞായിരുന്നു ഇച്ചിട്ടൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പിന്നെ തിരക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ വലിയ റോളും കാര്യങ്ങളും ഇതിനകത്ത് ഇല്ലെന്ന് പിന്നീടാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അതിൽ പെട്ടെന്ന് അങ്ങനെ കടന്നു കയറാൻ കഴിയില്ല. പക്ഷെ ഇത് സൂക്ഷിക്കേണ്ടതായ ഒരു ആവശ്യമാണ്. കാരണം അവരുടെ ആളായിട്ടല്ല, അവരുടെ ആളുകളല്ല നേരിട്ട് വരുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇതിനകത്തേക്ക് വലിയ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അങ്ങനെ വരുന്നവരെ തള്ളിക്കളയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയുമില്ല. അതുകൊണ്ടാണല്ലോ CPM ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ഒക്കെ പിടിച്ച് മടിയിൽ വെക്കുന്നതിന്റെ ഒരു അവസ്ഥ വന്നത്. കാരണം വോട്ടാണ് അവർ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലുത്. ഇപ്പൊ നമ്മുടെ BJP തന്നെ ഇത്ര കോടിക്കണക്കിന് മെമ്പർമാരാണ്. എല്ലാവരും നല്ലവരാണോ? സത്യസന്ധന്മാരാണ്? പെണ്ണുപിടിയന്മാർ കാണും, കൊലപാതകികൾ കാണും, ക്രിമിനൽ കേസ് പ്രതികൾ കാണും, പിന്നെന്താണ് കള്ളന്മാർ കാണും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാവരും ഉണ്ട്. ഇത് ജനമാണ്. 5.5 കോടി ജനം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ജനം കാണും? നമ്മുടെ ഒരു വാർഡിൽ തന്നെയുള്ള ജനം എല്ലാം ഒരേ ക്യാരക്ടർ ഉള്ളവരാണ്, ഒരേ സ്വഭാവം ഉള്ളവരാണ്. പല ടൈപ്പ് സ്വഭാവമുള്ളവർ, കള്ളുകുടിക്കന്മാർ കാണും, കള്ളു കുടിക്കാത്തവരാണ്, വെജ് കഴിക്കുന്നവരുണ്ടാകും, നോൺ വെജ് കഴിക്കുന്നവർ, പല ക്യാരക്ടേഴ്സാണ്. അപ്പൊ അതിനെ സ്കൂട്ടിനി ചെയ്യാൻ പാടാണ്. പക്ഷെ അതില് അത്ര വേഗം നുഴഞ്ഞു കയറി അതിന്റെ തലപ്പത്തേക്ക് എത്തുകയോ, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞക്ക് നരേന്ദ്രമോദിയുടെ അടുത്ത് എത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ സാധ്യതകളുണ്ട്, ഇല്ലാതെ എന്നാൽ വളരെ കുറവുമാണ്. സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതാക്കന്മാരുടെയൊക്കെ പെട്ടിയെടുപ്പുകാരും ചമച്ചാചിരികളുമായിട്ട് കുറെ പേര് കാണും. എന്താ ചമച്ചാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് നേതാവിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് വാലായിട്ട്. ആ ടീംസ് വേണമെങ്കിൽ പറയാം, മോദി വരുന്നു, എനിക്ക് അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണണം, ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ നേതാവിന് ഇയാളെ മോദിയുടെ അടുത്ത് എത്തിക്കാൻ പറ്റും, ഒരു ഫോട്ടോ എടുപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ഫോട്ടോ എടുക്കുന്നത് വെച്ചുകൊണ്ട് മുതലെടുക്കാനും പറ്റും. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഓടി കിടന്ന്. ഈ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു ഫോട്ടോ, അത് അവർ വരയ്ക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അതെടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് കച്ചവടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അവരവിടെ എത്തിയത്? അവർ പാർട്ടി മെമ്പർ അല്ല. അത് തന്നെ. അതിനുശേഷം ആ പെൺകുട്ടിക്കെതിരെ വന്ന കേസുകൾ, ആരോപണങ്ങൾ, പഴയ കേസുകളൊക്കെ നോക്കുമ്പോഴെന്താണ്, ഇത് ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ എത്താൻ പറ്റാത്ത ഒരാളാണിത്. ഇയാൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിന്റെ കാലത്ത് സ്ഥിരമായിരുന്നു. കോൺഗ്രസിന്റെ കാലത്ത് ഈ മുതലാളിമാരൊക്കെ ഉണ്ട്. മുതലാളിമാരൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പൈസ കൊടുത്തിട്ട് മൻമോഹൻ സിംഗിന്റെ, സോണിയാഗാന്ധിയുടെ, രാഹുലിന്റെ അടുത്തേക്ക് നിന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യും. എന്നിട്ട് ഇവര് നാളെ 10 പേരോട് പറയുന്നത് അറിയാം, രാഹുൽ ഞാനോടൊക്കെ ഭയങ്കര ഇരിപ്പോശമല്ലേ,
അദ്ദേഹം ഡൽഹി ചെല്ലുമ്പോഴൊക്കെ എനിക്ക് അത് തരും ഇത് തരും, പിന്നെ നിങ്ങളുടെ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തു തരാം, ഒരു 2 കോടി രൂപ ഇങ്ങോട്ട് തന്നേക്കൂ. തട്ടിപ്പുകാരാണിത്, വെട്ടിപ്പുകാരാണ്. അപ്പം ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ പാർട്ടിക്ക് അകത്ത് കുറെ തട്ടിപ്പും വെട്ടിപ്പുകാരും ഉണ്ട്. അത് മറ്റൊരു കാര്യം. പരമ്പരാഗതമായി നിൽക്കുന്നവരൊക്കെ സത്യസന്ധന്മാരല്ല, കള്ളന്മാരാണ് കുറച്ചധികം പേര്. അതുകൂടാതെ പുറത്തുനിന്ന്. പക്ഷെ ഇവരുടെ ലക്ഷ്യം അതല്ല. പാർട്ടി രഹസ്യങ്ങൾ ചോർത്തുക, പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗീയത സൃഷ്ടിച്ചെടുക്കുക, എതിരഭിപ്രായം ഉണ്ടാക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജസ് കൊടുക്കുക, രാജ്യത്തിനെതിരെ ഒരു കലാപത്തിന് തിരികൊളുത്തുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇത് 2 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ തലക്കെട്ട് വിശ്വഹിന്ദു പരിഷത്തിലും RSSലും അടക്കം നുഴഞ്ഞു കയറുന്നു എന്നുള്ളതായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം നമ്മൾ ന്യൂസ് ഇന്ത്യ അത് കൊടുത്തിട്ടുണ്ട്. ധനുഷിന് അത് ഓർമ്മയുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം കൂടിയാണിത്. അപ്പം ഇതാണ് ഇതിന്റെ ഇത് വലിയ ഭീകരമായ ഒരു അവസ്ഥയാണിത്. കാരണം ഈ അടുത്ത സമയത്തൊക്കെ UP നിന്നൊക്കെ പിടികൂടിയത് എല്ലാം ഇത്തരക്കാരെ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ അതുകൊണ്ട് സുഡാപ്പികൾ അവരുടെ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഭയങ്കര ആഹ്ലാദിക്കുന്നുണ്ടല്ലേ. പിടിച്ചതാരെയാണ്? അഖിലിനെ അല്ലേ, മറ്റവനെ അല്ലേ എന്നൊക്കെ പറയുന്നില്ലേ. സത്യത്തിൽ അവർ ഹയർ ചെയ്യുന്നവരാണ് ഇവര്. ഈ UPയിൽ ഈ അടുത്ത് ഒരു CCTV വിവാദം വന്നിരുന്നു. ധനുഷ് ശ്രദ്ധിച്ചാണോ ആ വാർത്ത? ഈ വഴികളൊക്കെ CCTV വെക്കുന്ന ഒരു കേബിൾ ഓപ്പറേറ്റർമാരാണ് അവര്. പോലീസ് അന്വേഷിച്ച് വന്ന് പിടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാല് ഈ CCTVയുടെ ലിങ്ക് എവിടെ പോകുന്ന വെച്ചാൽ പാകിസ്ഥാനിലാണ് പോകുന്നത്. പാകിസ്ഥാനിൽ ഒറ്റുകയാണ് ഇവര്. അതായത് പിടിച്ചത് കുറച്ചധികം പേര് ഹിന്ദുക്കളാണ്. ഇവർ ഒരുപക്ഷെ ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വന്നതായിരിക്കാം, ഇവർക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ളവരുണ്ട്. അതാണ് ഇവിടുത്തെ ചില സുഡാപ്പി ചാനലുകളൊക്കെ എടുത്തിട്ട് അർമാദിക്കുന്നത്. കണ്ടില്ലേ, രാമനെ പിടിച്ചു, കൃഷ്ണനെ പിടിച്ചു, അഖിലിനെ പിടിച്ചു. ആരെ പിടിച്ചാലും, ഇനി ഹിന്ദുവിനെ പിടിച്ചാലും ക്രിസ്ത്യാനെ പിടിച്ചാലും സിഖാനെ പിടിച്ചാലും തീവ്രവാദവും രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതിന് വെടിവെച്ച് കൊല്ലണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. യോഗിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതായത് ഈ പറയുന്ന തെമ്മാടിത്തരം കാണിക്കുന്നതിന് പിന്നീട് വെച്ചുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണ്. കാരണം സ്വന്തം രാജ്യത്തെ ഒറ്റുകയും അത് തകർക്കാൻ ശ്രമിക്കുന്നതിന് പിന്നെ എന്തിനാണ് അവൻ ഈ നാട്ടില്? അവന് ആവശ്യമില്ല നമുക്ക്. അപ്പം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇത്. വളരെ ഗുരുതരമാണ്, വളരെ വലിയ വാർത്തയാണ് ഇത്, വലിയ വാർത്ത. എനിക്ക് തോന്നുന്നു പക്ഷെ മലയാളത്തിൽ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. വളരെ ഭീകരമായ ഒരു വാർത്തയാണ്. ഇതൊരു മെസ്സേജ് ജനങ്ങളെ അറിയിക്കേണ്ടതുമാണ്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അനവധി പാർട്ടി പ്രവർത്തകരുണ്ട് ധനുഷെ, സാധാരണപ്പെട്ട പാർട്ടി അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മുടെ ഈ വാർത്ത എത്തിയാൽ അവർക്ക് ഇവരെ പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഒരു അസ്വാഭാവികമായ നീക്കം കണ്ടാൽ, അസ്വാഭാവികമായ പെരുമാറ്റം കണ്ടാൽ അവർക്കൊരു പക്ഷേ ഇവരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞേക്കും. കാരണം BJP എന്നൊരു പാർട്ടിക്ക് എപ്പോഴും അമിത്ഷായ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും, എല്ലാവരും രാജീവ് ചന്ദ്രശേഖരൻ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ജില്ലാ പ്രസിഡന്റിന് എത്ര പേരെ അറിയാം? BJPയുടെ എത്ര മെമ്പർമാരെ അറിയാൻ പറ്റും ഒരു ജില്ലയിലുള്ള? വലിയ പാടാണ്. കാരണം ഇത്രയും പേരില്ല, അത് ഇത്രയും ലക്ഷക്കണക്കിന് പേരൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാ? വളരെ കുറച്ച് പേരെ മാത്രമേ പറ്റും. അപ്പൊ അത് തിരിച്ചറിയാനും മറ്റുള്ള കാര്യങ്ങളും പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുള്ളത്.